താങ്കൾ പറഞ്ഞ വിവരക്കേടാണ് ഞാൻ കേട്ടോണ്ടിരുന്നല്ലേ. ഞാൻ പറയുന്ന കണക്കെല്ലാം കൂടെ കേക്ക്. ഡോക്യുമെന്റിന്റെ പിൻബലത്തിൽ മാത്രമേ നോക്കൂ, തകർന്നു കിടന്നിരുന്ന ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് LDFന്റെ പോയിന്റ്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾക്കും വാദിക്കാൻ കഴിയില്ല. Excuse me. What's happening here? What's the matter? എന്തിനാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെ മുഴുവനായും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ താറടിച്ചു കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പുറത്തു നിന്നുള്ള ചോദ്യം. ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നവരുടെ എണ്ണം ഈ സംസ്ഥാനത്ത് എത്രയാണെന്ന് അറിയാമോ? 68%. ആവാൻ സാധ്യതയുണ്ട്. ഇതാകെ വശപ്പശായല്ല. വെറും 32% ആളുകൾക്ക് മാത്രമാണ് സർക്കാർ സംവിധാനത്തിലൂടെ ആരോഗ്യ രംഗത്ത് നിന്ന് ചികിത്സ ലഭിക്കുന്നതെന്ന് ഔദ്യോഗികമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ വാദഗതികൾ ഈ ഗീർവാണം വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 8 മുഴം കയറ് കിട്ടൂ, എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. ഞാൻ സംസാരിക്കുന്ന കണക്കുകൾ എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ അഭിലാഷിന് ഇടപെടാം. ഔദ്യോഗികമായ കണക്കുകൾ ശരി, ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ പറഞ്ഞ വിവരക്കേടാണ് ഞാൻ കേട്ടോണ്ടിരുന്നല്ലേ. ഞാൻ പറയുന്ന കണക്കെല്ലാം കൂടെ കേക്ക്. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണക്കി കളഞ്ഞ. ഞാൻ പറയുന്നത് ഔദ്യോഗികമായ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ പിൻബലത്തിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വിശ്വസിക്കാൻ കഴിയുമോ? താങ്കൾ പറ്റി പറഞ്ഞേ നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ടൊരു കുടി വിളിച്ച് മൂടി. താങ്കളുടെ കണക്ക് അവതരിപ്പിച്ചു. എന്റെ അഭിപ്രായം അങ്ങനെയാണ്. എന്റെ അഭിപ്രായം താങ്കളുടേത് വിവരക്കേടാണെന്നാണ്. നീ ഒരു കോപം പറയണ്ട, എന്തൊക്കെയായിരുന്നു തള്ളു. കാരണം താങ്കൾ അതിന് ഞാൻ ഉത്തമ ഉദാഹരണമായി പറയുന്നത്, ഞാൻ എന്താ പറയുന്നത്, തെറ്റായ കണക്കുകൾ പറയുന്നതാണ്. ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് താങ്കൾക്ക് തോന്നിയാൽ താങ്കൾ പറയുന്ന വിവരക്കേടെന്ന് ഞാൻ പറയും. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. അത് പറയാൻ ബാധ്യത എനിക്കുണ്ട്. ഇനി താങ്കൾ പറഞ്ഞു പി ശങ്കരനെ കുറിച്ച്, സിക്കന്ദർ ഭക്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകണമല്ലോ. സിക്കന്ദർ ഭക്തി കേരളത്തിലെ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാൻ അന്നാ മെഡിക്കൽ കോളേജ് വിവരക്കേട് പറയാൻ നിർത്ത്. താങ്കൾ 11 മണിക്കൂർ കളിച്ചില്ലേ? അവിടെ ഇരിക്കുക, ക്ഷീണം കാണും, ചിലർ ഇരിക്കുക. നീ താങ്കൾ പറഞ്ഞു പി ശങ്കരൻ അദ്ദേഹം നിലവിളിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന്. അത് ഓർത്തതുകൊണ്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ അമേരിക്കയിൽ പൊക്കോണ്ടിരിക്കുന്ന മുട്ടിന്? ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക് അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും മുക്തിന് പോകുന്ന എവിടെയാ? അമേരിക്കയിലേക്കല്ലേ? ഇത്രയും വലിയ മെച്ചമുണ്ടായിരുന്നെങ്കിൽ എന്തിനാ നിങ്ങൾ പോകുന്നത്? അയ്യോ, എന്നാ നേരത്തെ പറയണ്ടേ? നേരത്തെ പറയാൻ സമ്മതിക്കണ്ടേ? എന്നാ ഇപ്പൊ പറയാൻ എനിക്ക് ഒഴിവില്ലെങ്കിൽ വേണ്ട. ഈ ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി കേരള സംസ്ഥാനമാണ് ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്ത് എന്നുള്ളത് ഇപ്പം പിണറായി വിജയൻ വന്നതിന് ശേഷമോ വീണ ജോർജ് വന്നതിന് ശേഷം ഉണ്ടായതല്ല, കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴും ഈ ആരോഗ്യരംഗത്തെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ രക്തസാക്ഷി. അവന്റെ ശരീരത്തിൽ വളരെ ഇളകിളയും പറയുന്നത് മുല്ലപ്പൂ